എനിക്ക് ഹാർട്ടിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഓപ്പണായിട്ട് പറയുകയാണ്. നമ്മളൊരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് വിആർക്കിനെ ഏൽപ്പിക്കാം. ഹലോ, ഞാൻ ഡോക്ടർ രാജേഷ്. ഇതെൻ്റെ വൈഫ് റോസ്മേരി. നമ്മൾ ഇതിൻ്റെ റിനോവേഷൻ പ്രോജക്റ്റ് ആയിട്ടാണ് വിആർക്കിലേക്ക് കോൺടാക്ട് ചെയ്തത് ആദ്യമായിട്ട്. മിഴിനിറയുമിതൊരു നദി പോലെയായി തലോടി മറയുവതെവിടെ നീ വിമുഖമുരുകിടുമകലേ നീ. അപ്പോൾ നമ്മുടെ ഈ വീട് റെനോവേഷൻ നടത്തണം എന്നുള്ളത് വലിയൊരു ഡ്രീമായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ നമ്മൾ ഒരുപാട് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്. ഞാൻ ഒരുപാട് എൻ്റെ ഒരു പെട്ടെന്നുള്ള ഡിസിഷൻസ് ആയിരിക്കും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഡിസിഷൻസ് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ റാൻഡമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ വിആർക്കിൻ്റെ പ്രോജക്ട്സ് വളരെ നന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഗ്രാൻഡ് ഫാദറായിട്ട് പണിതൊരു വീടാണ്. അപ്പോൾ അത് റിനോവേറ്റ് ചെയ്യാൻ പറ്റുമോ അതോ പൊളിച്ചു പണിയണോ എന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൺസേൺസ്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തു. അവരുടെ ടീമിനെ അയച്ചു. അവർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ഇത് 60 വർഷം പഴയതാണേലും നല്ല സോളിഡ് സ്ട്രക്ചറാണ്, അപ്പോൾ നമുക്ക് പൊളിക്കേണ്ട ആവശ്യമില്ല. അത് കേട്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ നമുക്കൊരു റെനോവേഷൻ പ്രോജക്റ്റിലോട്ട് അങ്ങനെയാണ് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ നമ്മളൊരു റെനോവേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പുതിയ വീട് പണിയണ അത്ര ഈസി അല്ല. നമുക്ക് ഒത്തിരി ഹിൻഡ്രൻസസ്, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളെല്ലാം വരും. അപ്പോൾ അതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അങ്ങനെ നമ്മളത് കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 3D ഡിസൈൻ വന്നപ്പോൾ വി വർ ടോട്ടലി ബ്ലോൺ അവേ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതായിരുന്നു 3D ഡിസൈൻ. അപ്പോൾ ഞങ്ങളെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ ഒരു കൺസേൺ ആയിരുന്നു ഞങ്ങൾക്ക്. പടത്തിൽ കൊള്ളാം, പക്ഷേ റിയലിസ്റ്റിക്കലി ഇതുപോലെ ആക്കാൻ പറ്റുമോ എന്നുള്ളതൊരു നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ വീട് ഇങ്ങനെ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങളിവിടെ വന്ന് നോക്കിയാൽ ആ 3D ഡിസൈനിലുള്ള ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഈ വീട്ടിലുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തു. നമ്മളത് ഓരോ സ്റ്റെപ്പിൽ വരുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കാത്ത പല പല പ്രശ്നങ്ങൾ, അവർ ഫോഴ്സ് ചെയ്യാത്തതും ഞങ്ങൾ ഫോഴ്സ് ചെയ്യാത്തതും കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഒരു എഫക്റ്റീവ്ലി കണ്ടെത്തുന്നതിൽ വിആർക്കിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് ദാറ്റ് വി കനോട്ട് ഫർഗെറ്റ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ വിതിൻ എ ഡേ ഓർ 2 അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരിക്കും. അതാണ് അവരുടെ ഞാനൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു വേറൊരു കൺസേൺ ആണ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുമോ. നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫേമിനെ ഏൽപ്പിക്കുമ്പോഴത്തേനും അതോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ തന്നെ എല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ ജോലിക്കാരെ കണ്ടെത്തി അങ്ങനെ ചെയ്യുന്നതാണോ അതോ മൊത്തമായിട്ടൊരു കോൺട്രാക്ട് കൊടുക്കണതാണോ നല്ലതെന്ന് എല്ലാവർക്കും കൺസേൺ ഉണ്ടാവും. കാരണം മണി ഈസ് എ ബിഗ് ഫാക്ടർ. എല്ലാവരും ഏൺ ചെയ്തുണ്ടാക്കണതാണ്. അപ്പം ആ പറഞ്ഞ ബഡ്ജറ്റിൽ നിൽക്കുമോ ഇല്ലയോ ടു ആൻ എക്സ്റ്റെൻറ്റ്, അതായത് ഒരു 80% എന്ന് നമുക്ക് പറയാം. അവർ പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവർ നിർത്തി. പിന്നെ പലപ്പോഴും നമ്മൾ ബഡ്ജറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പുതിയ വീട് പണിയുന്ന പോലെയല്ല റെനോവേഷൻ. നമ്മൾ ആദ്യം കുറച്ച് പറയും, പിന്നെ കുറച്ച് ആഡ് ചെയ്യും. അപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേനും ഒബ്വിയസ്ലി ദ ബഡ്ജറ്റ് വിൽ ഗോ അപ്പ്. അപ്പം നമുക്ക് ഇത് ഇച്ചിരി കൂടെ അതുപോലെ ആക്കാം, ഇച്ചിരി കൂടെ ഭംഗിയാക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അതാണ് ബഡ്ജറ്റ് കൂടാനുള്ള ഒരു റീസൺ. ദാറ്റ് ഈസ് റീസൺ ഫ്രം ആ സൈഡ്, നോട്ട് ഫ്രം ദ കമ്പനി സൈഡ്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഒരു ചെറുമലരി തെളിവിടേക്കനായി മിഴിനിറയുമിതൊരു നദി പോലെയായി. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ പ്ലാനിങ് എന്നൊരു ഫാക്ടർ, നമ്മൾ വീട് പണിയുകയാണെങ്കിലും റെനോവേഷൻ പ്രോജക്റ്റ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്ലാൻ ചെയ്യാതെ വെറുതെ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു തുടങ്ങി മറ്റേ സൈഡിലോട്ട് എത്തണ പോലെയല്ല. നമ്മൾ പ്ലാനിങ് ഷുഡ് ബി ദെയർ ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പോൾ അതാണ് അവരും ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. പ്ലാൻ ഇല്ലാതെ നമ്മൾ
മുന്നോട്ട് പോകുന്നത് നമ്മൾ വെറുതെ ഇരുട്ടിൽ തപ്പുന്നത് പോലെ ആയിരിക്കും. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ സ്റ്റക്കായി പോകും. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് മുന്നേ ഒരു പ്രയർ പ്ലാനിങ്, ദാറ്റ് ഈസ് എ മേജർ ഫാക്ടർ. ഇപ്പോൾ പുതിയ വീട് പണിയുന്നവരാണെങ്കിലും നമ്മൾ റെനോവേഷൻ ചെയ്യുന്നവരാണെങ്കിലും ഈ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന എന്തായാലും ഒരു ഫെയിലിയർ നമുക്ക് എവിടെയെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പം അതും വിആർക്കിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദസ് പെർഫെക്റ്റ് പ്ലാനിങ് ഫോർ എവറി സ്റ്റെപ്പ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഏത് നേരത്താണെങ്കിലും, രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മൾ പെട്ടെന്നായിരിക്കും പല കാര്യങ്ങളും ഓർക്കുന്നത്. അപ്പം രാവിലെ ചിലപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ രാത്രി എപ്പോൾ വിളിച്ചാലും ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫോൺ ദേ ആർ ഓൾവേസ് ദെയർ ടു ഹെൽപ്പ്. അപ്പോൾ അതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഇനീഷ്യൽ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ എങ്ങനെ വിആർക്കിനെ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ അവരൊരു സൈറ്റ് വിസിറ്റ് ഫസ്റ്റ് അതാണ് അവർ ചെയ്തത്. സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്തത്. ഇങ്ങനെയാണ് നമ്മുടെ പഴയ സ്ട്രക്ചർ എന്നുള്ളത് അവർക്കും കൂടെ ബോധ്യപ്പെടണമല്ലോ. അപ്പോൾ അങ്ങനെ പ്രഭാഷ് സാറും അജിത് സാറും കൂടെ ഒരു ദിവസം ഇവിടെ വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. അവർ വന്നിട്ട് ഇതെല്ലാം നോക്കി എന്നിട്ട് അവർ ആദ്യമായിട്ട് പറഞ്ഞത് നമുക്ക് ചെയ്യാം സാർ. അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ട്. അതായത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളല്ല അവർ പറയുന്നത്, അവർക്കിത് മുന്നോട്ട് വി ക്യാൻ ഗോ ഫോർവേഡ് എന്നവർ ആദ്യം തന്നെ പറഞ്ഞു. അതിൻ്റെ ടൈം പീരീഡ് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ നിൽക്കില്ല എന്നവർ ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. കാരണം ഹലോ, ഐ എം റോസ്മേരി. ഞങ്ങൾ വീട് റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മുടെ കളർ തീം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ബേജ് ആൻഡ് ഒരു ഓഫ് വൈറ്റ്, അങ്ങനെ ഒരു വുഡൻ ബേജ്, അങ്ങനെ ഒരു കളർ തീമാണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ വിആർ ടീം അത് ചെയ്തു തന്നു. അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ആദ്യം പറഞ്ഞിരുന്നില്ലെങ്കിലും പിന്നീട് അത് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ തന്നെ എൻ്റെ പ്ലാൻ റെഡിയാക്കി എല്ലാം കാണിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്തു തന്നു. അത് വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഒത്തിരി ആഡ് ഓൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം നമ്മളൊരു സ്കീം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്ന ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫ്രം ദ പാർട്ട് ഓഫ് ദ ഡിസൈനർ. പക്ഷേ അതും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ബ്രില്യൻറ്റ് എഫേർട്ട്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ കൺസേൺസ് ഒത്തിരി ഉണ്ട്. പക്ഷേ അത് നമ്മളെ ഫീൽ ചെയ്യിക്കാതെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. അപ്പം ഞാൻ വിആർക്കിനെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അവരെ പ്രശംസിച്ച് പറയുന്നതല്ല. വാട്ട് ഐ ഫെൽറ്റ്, എനിക്ക് ഹാർട്ടിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓപ്പണായിട്ട് പറയുകയാണ്. നമ്മളൊരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് വിആർക്കിനെ ഏൽപ്പിക്കാം. കാരണം അവരുടെ സൈഡിൽ നിന്നുള്ളൊരു കോപ്പറേഷൻ അത്രയ്ക്ക് നല്ലതാണ്. ഞാൻ മെൻഷൻ ചെയ്യുന്ന ഒരു പേര് എഞ്ചിനീയർ അൻവറിൻ്റെയാണ്. ഞാൻ അൻവറിനെ വിളിക്കാത്ത ദിവസങ്ങളില്ല. ഈ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പോൾ എക്സാക്ട്ലി 1 year ആയി. നമ്മുടെ ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ പ്രോജക്റ്റ് ടു കംപ്ലീഷൻ. ഫോർ 1 year ഞാൻ എല്ലാ ദിവസവും ഇൻക്ലൂഡിങ് സൺഡേസ് അൻവറിനെ വിളിക്കാത്ത ദിവസങ്ങളില്ല. ആൻഡ് ഹി ഈസ് ഓൾവേസ് ദെയർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫോൺ. എപ്പോൾ വിളിച്ചാലും രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഈസ് ഓൾവേസ് ദെയർ. അപ്പം പുള്ളിയുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് നീഡ്സ് സ്പെഷ്യൽ മെൻഷൻ. അപ്പം നമ്മുടെ പഴയ 60 വർഷം മുന്നേ എൻ്റെ ഗ്രാൻഡ് ഫാദർ പണിത ഈ വീട്, ഇറ്റ് വാസ് ആ സമയത്ത് മേ ബി ഇറ്റ് വാസ് ലൈക്ക് ദിസ്. ഇവിടെ വേറെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. 60 വർഷം മുന്നേ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇഫ് ഹി ഹസ് ബിൽഡ് ഇറ്റ്, അത് ഇപ്പോഴത്തെ ഒരു നമ്മൾ കണ്ടംപററി സ്റ്റൈലിലോട്ട് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ അങ്ങനെ മാറ്റിയതിന് വിആർക്കിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.